വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതിവിദഗ്ധമായി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പിടിയിലായ ഗോവിന്ദച്ചാമി. ജന്മന ഒറ്റക്കയ്യനല്ല ഇയാൾ, പിന്നെങ്ങനെ അയാൾ ഒറ്റക്കയ്യനായി മാറി? നമുക്ക് വിശദമായി പരിശോധിക്കാം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ ഏറെ കേസുകളിൽപ്പെട്ട ഗോവിന്ദച്ചാമിക്ക് ഇടത് കൈപ്പത്തി നഷ്ടപ്പെട്ടത് അവിടുത്തെ നാട്ടുകൂട്ടത്തിൽ ഗ്രാമത്തലവന്മാർ വിധിച്ച ശിക്ഷയിലൊന്ന് വിവരം ലഭിച്ചിരുന്നതായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് എ സുരേഷൻ പറയുന്നു. തമിഴ്നാട്ടിൽ സ്ത്രീയെ ക്രൂരമായി ഉപദ്രവിക്കുകയും മാല മോഷ്ടിക്കുകയും ചെയ്ത സംഭവത്തിൽ ഗോവിന്ദച്ചാമി നാട്ടുകാരുടെ പിടിയിലായി. ഗോവിന്ദച്ചാമിയുടെ പേരിൽ സമാനമായ ഒട്ടേറെ പരാതികളുണ്ടായിരുന്നു. ഇടത് കൈപ്പത്തി വെട്ടിമാറ്റുവാനായിരുന്നു ഗ്രാമത്തലവന്മാരുടെ നേതൃത്വത്തിലുള്ള നാട്ടുകൂട്ടത്തിന്റെ തീരുമാനമെന്ന് സുരേഷൻ പറഞ്ഞു. എന്നാൽ സ്കൂട്ടറിന്റെ അറ്റകുറ്റപ്പണി നടത്തവേ കുടുങ്ങി നഷ്ടപ്പെട്ടുവെന്നായിരുന്നു ഗോവിന്ദച്ചാമി പറഞ്ഞത്. കള്ളനായി മാറിയ സൈനികന്റെ മകനായിരുന്നു ഇയാൾ. തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലെ സേലം ബിരുദാചലം സമത്വപുരത്തെ ഐവത്തിക്കുടി എന്ന ഗ്രാമത്തിലാണ് ഗോവിന്ദച്ചാമി ജനിച്ചത്. ഇന്ന് പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഇന്ത്യൻ ആർമിയിലെ ഒരു സൈനികനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ പിതാവെന്നത്. ഗോവിന്ദ് സ്വാമി എന്നാണ് ഇവന്റെ യഥാർത്ഥ പേരെന്നും തമിഴ് മാധ്യമങ്ങൾ ജന്മനാട്ടിൽ അന്വേഷണം നടത്തി പറയുന്നുണ്ട്. ഗോവിന്ദച്ചാമിക്ക് ഒരു സഹോദരനുണ്ട്. പിതാവ് സൈനികനായിരുന്നുവെങ്കിലും അങ്ങേയറ്റം ടോക്സിക്കായ ഒരു ബാല്യമായിരുന്നു അവരുടേതെന്ന് പറയപ്പെടുന്നു. സൈന്യത്തിൽ നിന്ന് വിരമിച്ച ശേഷം അച്ഛൻ കടുത്ത മദ്യപാനിയായി കുടുംബത്തിന്റെ പൂർവിക സ്വത്ത് വിറ്റുതുലച്ചു. ഇതോടെ ഇയാൾ ഗുണ്ടാപ്പണിയിലേക്കും ചില്ലറ മോഷണങ്ങളിലേക്കും തിരിഞ്ഞു. സൈനികൻ അങ്ങനെ നാട്ടിലെ അറിയപ്പെടുന്ന കള്ളനായി. എല്ലാം വിറ്റു തുലഞ്ഞതോടെ അവർ സമത്വപുരയിലെ ഒരു ചെറിയ കുടിലേക്ക് മാറി. പിതാവിന്റെ പീഡനം സഹിക്കവയ്യാതെ അമ്മ മാനസിക രോഗിയായി. അവർ തെരുവുകളിൽ അലഞ്ഞ് നടക്കുകയായിരുന്നുവെന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത്. ഒടുവിൽ ഒരു വാഹനാപകടത്തിൽ മരിച്ചു. അതുപോലെ തന്നെ അച്ഛനും ഒരു റോഡ് അപകടത്തിൽ മരിച്ചു. ഇതോടെ കുടുംബം അനാഥമായി. പിതാവിനെ കണ്ടുതന്നെ നേരത്തെ ഈ കുട്ടികളും അല്ലറ ചില്ലറ മോഷണം പഠിച്ചിരുന്നു. മാതാപിതാക്കളുടെ മരണശേഷം ഇതവർ തൊഴിലാക്കി. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിലൂടെയായിരുന്നു ആദ്യ തുടക്കം. മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചതോടെ സ്കൂളിൽ പോലും പോകാതെ ഗോവിന്ദച്ചാമിയും ചേട്ടനും ക്രിമിനൽ പ്രവർത്തനങ്ങളിലേക്ക് തിരിഞ്ഞു. തിരക്കേറിയ ട്രെയിനിൽ പോക്കറ്റടി നടത്തുക, മാല പൊട്ടിച്ച് ഓടുക, മദ്യം കടത്തുക തുടങ്ങിയവയായിരുന്നു ആദ്യകാല പരിപാടികൾ. ക്രമേണ ആ ഗ്യാങ് വലിയൊരു കൊള്ളകളിലേക്കും കഞ്ചാവ് കടത്തലുമൊക്കെ തിരിഞ്ഞു. ഗോവിന്ദച്ചാമിയുടെ ജീവിതം പഠിച്ചവർ പറയുന്നത് കുട്ടിക്കാലത്തെ അനുഭവങ്ങൾ ഗോവിന്ദച്ചാമിയുടെ പിൽക്കാല വ്യക്തിത്വത്തെ, മനോഭാവങ്ങളെയും കുറ്റകൃത്യ സ്വഭാവത്തെയും ആഴത്തിൽ സ്വാധീനിച്ചുവെന്നാണ്. കൗമാരക്കാലത്ത് തന്നെ അയാൾ നിർദ്ദയനായ ഒരു ക്രിമിനലായി മാറി. 20 വയസ്സായപ്പോൾ തന്നെ ഗോവിന്ദച്ചാമിയുടെ നേതൃത്വത്തിൽ ഒരു കവർച്ചാ സംഘം തന്നെ രൂപപ്പെട്ടു. സേലം, ഈറോഡ്, കടവൂർ, തിരുവള്ളൂർ, താമ്പരം എന്നിവിടങ്ങളിലൊക്കെ അവർ തീവണ്ടി കവർച്ചകൾ നടത്തി. മിക്കയിടത്തും യാചകന്റെ വേഷത്തിലായിരുന്നു മോഷണം. കൈപ്പത്തി നഷ്ടമായത് എങ്ങനെയാണെന്ന് അറിയുവാനായി 14 വർഷം മുമ്പ് കേരള പോലീസ് നടത്തിയ അന്വേഷണം ഗോവിന്ദച്ചാമിയുടെ മറ്റൊരു സാഹസികതയിലേക്കായിരുന്നു വിരൽ ചൂണ്ടിയത്. ഗോവിന്ദച്ചാമിയുടെ പേരുകൾ തേടി ബലാത്സംഗ കൊലക്കേസിലെ പ്രത്യേക അന്വേഷണ സംഘം തമിഴ്നാട് വിരുദുനഗർ ജില്ലയിലെ ഒരു തിരുട്ട് ഗ്രാമത്തിലായിരുന്നു. അയാൾ വളരുന്ന പ്രദേശമാണ് ഇത്. അവിടുത്തെ നാട്ടുകാരാണ് ഈ പോലീസിനോട് ആ കഥയും പറഞ്ഞത്. ഒരിക്കൽ ഒരു ഇടവഴിയിൽ വെച്ച് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച ശേഷം ബൈക്കിൽ പായുകയായിരുന്നു ഗോവിന്ദച്ചാമിയും കൂട്ടാളിയും. രക്ഷപ്പെടുവാനായി ബൈക്ക് അതിവേഗം ഹൈവേയിലേക്ക് എടുത്തപ്പോൾ അതിലൂടെ പാഞ്ഞു വന്ന ലോറിക്ക് അടിയിൽപ്പെടുമെന്നായി. ബ്രേക്ക് ഇട്ടിട്ടും ബൈക്ക് നിയന്ത്രിക്കുവാൻ പറ്റാതായതോടെ പിന്നിലിരിക്കുകയായിരുന്ന ഗോവിന്ദച്ചാമി സ്വന്തം കൈ പിൻചക്രത്തിലെ കമ്പികൾക്കിടയിൽ തിരുകി. ബൈക്ക് സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കുകയും ലോറി തലനാരിഴയ്ക്ക് കടന്നു പോവുകയും ചെയ്തു. രണ്ടുപേരുടെ ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ചാമിക്ക് കൈപ്പത്തി നഷ്ടമായി. ഇതാണ് നാട്ടുകാർ അറിയിച്ചത്. ഗോവിന്ദച്ചാമിയുടെ ക്രിമിനൽ പശ്ചാത്തലം അറിയുവാൻ പോലീസിന് ഇത്തരം വിവരങ്ങൾ സഹായമാവുകയും ചെയ്തു. കുറ്റം ചെയ്യുവാനും രക്ഷപ്പെടുവാനും ഗോവിന്ദച്ചാമി എന്ത് സാഹസവും ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം ജയിൽ ചാട്ടം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കൈ പോയതൊക്കെ ഇന്നും ദുരൂഹമാണ്. പോലീസ് റെക്കോർഡുകളിൽ ഇക്കാര്യത്തിന് വ്യക്തതയില്ല. ചിലർ ചോദ്യം ചെയ്യലിൽ കുട്ടിക്കാലത്ത് പടക്കം പൊട്ടിച്ചപ്പോൾ പോയതാണെന്നും ചിലതിൽ മുംബൈയിൽ വെച്ച് യൗവനത്തിൽ നഷ്ടപ്പെട്ടതാണെന്നും ഒക്കെ ഗോവിന്ദച്ചാമി മാറ്റി മാറ്റി മൊഴി നൽകിയിരുന്നു. ഇതേക്കുറിച്ചും പല കഥകളൊക്കെയാണ് പ്രചരിക്കുന്നത്. തമിഴ്നാട്ടിൽ വെച്ചുണ്ടായ കവർച്ചാ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കൈ വെട്ടിയതാണെന്നും അങ്ങനെയാണ് ഗോവിന്ദച്ചാമി സഹോദരനെ അടക്കം ഉപേക്ഷിച്ച് മുംബൈക്ക് വിട്ടതെന്നും പറയുന്നു. പിന്നീട് വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോഴാണ് സഹോദരനെ ഗോവിന്ദച്ചാമി ജയിലിൽ വെച്ച് കാണുന്നതെന്നാണ് ന്യൂസ് മിനിറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. രണ്ടാമതൊരാൾ ഗോവിന്ദച്ചാമി വന്നു കണ്ടത് അഡ്വക്കേറ്റ് ആളൂറാണെന്നും കോടതി രേഖകളിൽ പറയുന്നു. പക്ഷേ കുമുദവും നഖീരനും പോലുള്ള തമിഴ് മാധ്യമങ്ങൾ മറ്റൊരു കഥയാണ് എഴുതിയത്.
കുത്തെഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന ഗോവിന്ദച്ചാമി അമിത ലൈംഗിക ആസക്തിയുള്ള ആളാണെന്ന് പിന്നീട് ശാസ്ത്രീയ പരിശോധനകളിൽ തെളിഞ്ഞിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും തൊട്ടടുത്ത ചേരികളിലും ഇയാൾ സ്ഥിരമായ സ്ത്രീകളെ തേടി അലയാറുണ്ടെന്ന് ഇയാൾ സമ്മതിക്കുന്നു. ലഹരിക്കും അടിമയാണ്. അമിത മദ്യപാനവുമുണ്ട്. ഇങ്ങനെയിരിക്കെ സംഘത്തിലെ ഒരാളെ ഭാര്യയെ ഗോവിന്ദച്ചാമി ബലാത്സംഗം ചെയ്തുവെന്നും അയാൾ കൈവെട്ടിയതാണെന്നും പറയുന്നു. ഇതിനൊന്നും യാതൊരു സ്ഥിരീകരണവുമില്ല. പക്ഷേ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു സെക്സ് സൈക്കോയാണ് ഈ ക്രിമിനൽ എന്നതിന് യാതൊരു സംശയവുമില്ല. അക്രമവും പിടിച്ചുപറിയുമായി ബന്ധപ്പെട്ട് സേലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. തമിഴ്നാട്ടിൽ വിവിധ കാലങ്ങളിലായി ജയിൽ ശിക്ഷയും അനുഭവിച്ചു. ഇതോടൊപ്പം കൈ പോയതും കൂടിയായതോടെയാണ് ചാമി തമിഴ്നാട് വിട്ടത്. അങ്ങനെ കുറെ കൂടി സംഘടിത കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമായ മുംബൈ ഇയാൾ എത്തിച്ചേർന്നു. ഈ കൊലക്കേസ് കുറ്റപത്രത്തിലും ഗോവിന്ദച്ചാമിയുടെ മുംബൈ ബന്ധം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പനൽവേൽ ഗ്യാങ്ങിലെത്തുന്നു അസാധാരണമായ ക്രിമിനൽ മനസ്സുള്ള സെക്സ് സൈക്കോ എന്നാണ് പല പോലീസ് റെക്കോർഡുകളും ഗോവിന്ദച്ചാമി വിശേഷിപ്പിക്കുന്നത്. ഇയാളെ സംബന്ധിച്ച് മുംബൈ ഒരു ചാകരയായിരുന്നു. ലഹരിയും സെക്സുമായിരുന്നു ഇയാളുടെ മുഖ്യ പ്രശ്നം. മുംബൈയിൽ ഇതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. കച്ചവടക്കാരന്റെയോ യാചകന്റെയോ രൂപത്തിലാണ് ഇയാൾ എത്തുക. അവിടെ നിന്ന് ബാഗോ മാലയോ കൊള്ളയടിക്കുക, രക്ഷപ്പെടുക. ആ കളവ് വിറ്റുകൊടുക്കുവാൻ പനവേൽ ഗ്യാങ് എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ട്രെയിൻ റോബറി സംഘവുമുണ്ട്. കിട്ടുന്ന പണത്തിന് മദ്യപിക്കുക, ലഹരിയടിക്കുക, പെണ്ണുപിടിക്കുക, മറ്റൊരു ചിന്തയും ഇയാൾക്കുണ്ടായിരുന്നില്ല. പാപപുണ്യങ്ങളെക്കുറിച്ചുള്ള വേവലാതിയുമില്ല. കുടുംബവും കുട്ടികളുമില്ല, പ്രാരാബ്ദങ്ങളുമില്ല. മുംബൈയിലെ പനവേൽ മുതൽ ഇങ്ങ് കേരളം വരെ വ്യാപിച്ചു കിടക്കുന്ന റെയിൽവേ ഭിക്ഷാടന മോഷണ സംഘമാണ് 2005 കാലത്തൊക്കെ പനൽവേൽ ഗ്യാങ് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഞെട്ടിക്കുന്ന കഥകളൊക്കെയാണ് ഇവരെക്കുറിച്ച് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു ഒറ്റ ബ്ലേഡ് മാത്രം കയ്യിൽ കൊടുത്ത് കുട്ടികളെ അടക്കം ട്രെയിനിലേക്ക് ഇറക്കിവിട്ട് വൻതുക സമ്പാദിക്കുന്നവരാണ് ഇവരെന്നാണ് റിപ്പോർട്ട്. പോക്കറ്റടിയും മാല പൊട്ടിക്കലും ബാഗും മോഷണവും ഒക്കെ ഇവർ തമിഴ്നാട്ടിലെ തിരുട്ടി ഗ്രാമ മോഡലിൽ ഗുരുക്കന്മാരെ വെച്ച് പഠിപ്പിക്കാറുണ്ട് എന്നാണ് ഡെക്കാൻ ക്രോണിക്കിൽ തന്നെ വന്ന വാർത്തകൾ. പിടിക്കപ്പെട്ടാൽ കൂട്ടത്തോടെ മൂത്രവും മലമൊഴിച്ചും ഇത് വാരിയെറിഞ്ഞും അറപ്പുണ്ടാക്കി രക്ഷപ്പെടും. ഈ ടെക്നിക്ക് തന്നെയാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലും പ്രയോഗിച്ചത്. മലമ്പാരി എറിയുന്നത് കൊണ്ട് ജയിൽ ജീവനക്കാർക്ക് ഗോവിന്ദച്ചാമി പരിശോധിക്കുവാനടക്കം പേടിയായിരുന്നു. അങ്ങനെയായിരിക്കാം ഇയാൾ ജയിൽ ചാടുവാനുള്ള തുണികളൊക്കെ ഒളിപ്പിച്ചു വെച്ചത്. മാത്രമല്ല, പനവേൽ മാഫിയയ്ക്ക് മറ്റൊരു രീതി കൂടിയുണ്ട്. പോലീസ് പിടിച്ചാൽ എല്ലാ നിയമസഹായം അവർ ഉറപ്പാക്കും. ശരിക്കും ഒരു റോബറി സിൻഡിക്കേറ്റ്. ഈ പനവേൽ മാഫിയ തന്നെയാണ് ലക്ഷങ്ങൾ മുടക്കി ഗോവിന്ദച്ചാമിയെ കൊലക്കയറിൽ നിന്ന് രക്ഷിച്ചതും. ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടുത്തുവാൻ ശ്രമിച്ച അഡ്വക്കേറ്റ് ആളൂർ മരിക്കുന്നതിന് മുൻപ് തന്നെ തനിക്ക് ഈ കേസിൽ പണം വന്നത് പനവേലിൽ നിന്നാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. ആ പെൺകുട്ടിയോട് കാണിച്ച കൊടും ക്രൂരത. മുംബൈയിൽ നിന്നാണ് ഗോവിന്ദച്ചാമി യാചകന്റെ രൂപത്തിൽ 2011 കേരളത്തിലെത്തുന്നത്. അതും ഇത്തരം ഗ്യാങ്ങുകളുടെ രീതിയിൽ. സ്ഥിരമായി ഒരു മേഖലയിൽ തുടർച്ചയായി കവർച്ച നടന്നാൽ പോലീസ് വിജിലന്റ് ആവുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആവാസ വ്യവസ്ഥ ഇടയ്ക്കിടെ മാറ്റും. പണ്ട് സേലത്ത് ജയിൽ മേറ്റായിരുന്നോ അല്ലെങ്കിൽ ഒരു ക്രിമിനെയോ ഗോവിന്ദച്ചാമി ഇടയ്ക്ക് കണ്ടിരുന്നു. ഇയാളാണ് മുംബൈയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. തുടർന്ന് പാലക്കാട്, എറണാകുളം 20ഓളം മോഷണങ്ങളൊക്കെ ഇവർ നടത്തി. സംഭവ ദിവസം ഷൊർണൂർ പാസഞ്ചറിലും ഈ സുഹൃത്ത് ഉണ്ടായിരുന്നു. അമ്മയെ അന്വേഷിക്കുവാണെന്ന വ്യാജേനയാണ് ഗോവിന്ദച്ചാമി കമ്പാർട്ട്മെന്റിൽ നിരീക്ഷണം നടത്തുക. തുടർന്ന് ഒത്തുകിട്ടിയാൽ കവർച്ച നടത്തി ഞൊടിയിടയിൽ രക്ഷപ്പെടും. ട്രെയിനിൽ മോഷണവും ലഹരി മരുന്ന് കടത്തു നടത്തുന്ന സംഘത്തിലെ അംഗമാണ് ഇയാളെന്ന് തന്റെ സംശയമെന്ന് ന്യൂസ് മിനിറ്റ് നൽകിയ അഭിമുഖത്തിൽ ആളൂർ തുറന്നടിച്ചിരുന്നു. നേരത്തെയും പൻവേൽ ഗ്രൂപ്പിന്റെ കേസിൽ താൻ ഹാജരായിട്ടുണ്ടെന്നും ആളൂർ പറഞ്ഞിരുന്നു. എന്നാൽ ആളൂർ കാശു വാങ്ങിയതിന് കാര്യമുണ്ടായി. കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവായിരുന്നു ഉണ്ടായത്. ബലാത്സംഗം, കൊലപാതകം എന്നീ കുറ്റകൃത്യങ്ങൾക്ക് തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഗോവിന്ദച്ചാമിക്ക് ആദ്യ വധശിക്ഷ വിധിച്ചിരുന്നു. ഇതിനെതിരെ ഗോവിന്ദച്ചാമി കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ നൽകി. ഹൈക്കോടതി ശിക്ഷ ശരിവച്ചപ്പോൾ കൊലപാതക കുറ്റത്തിലുള്ള വധശിക്ഷ 7 വർഷത്തെ തടവായി സുപ്രീം കോടതി കുറിച്ചു. ബലാത്സംഗ കേസിൽ ജീവപര്യന്ത തടവ് സുപ്രീം കോടതി ശരിവച്ചു. കോടതിയിൽ കൊലപാതക കുറ്റം തെളിയിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നതായിരുന്നു വധശിക്ഷ ഒഴിവാക്കുവാനുള്ള കാരണം. ഈ വിധിക്കെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇത്രയും ഭീകരനായ ഒരു ക്രിമിനൽ സമൂഹ സുരക്ഷയ്ക്ക് ഭീഷണിയായി എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇത് ശരിയാവുകയാണ്. ജയിലിലും വൻ പ്രശ്നമാണ് ഗോവിന്ദച്ചാമി സൃഷ്ടിച്ചത്. ജയിൽ മാറ്റം ആവശ്യപ്പെട്ട് ആത്മഹത്യാ നാടകങ്ങൾ അടക്കം നടത്തി. എല്ലാ ദിവസവും ബിരിയാണി വേണമെന്നാവശ്യപ്പെട്ട് അടിയുണ്ടാക്കി. സെല്ലിലെ അടക്കം CCTVകൾ തല്ലി തകർത്തു. ജയിൽ ജീവനക്കാർക്ക് നേരെ മലമറിഞ്ഞു. ഈ ആക്രമണത്തിന്റെ പേരിൽ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഗോവിന്ദച്ചാമിയെ 10 മാസം തടവിനാണ് വിധിച്ചിരുന്നത്. ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ട് എന്ന് വരുത്തി തീർക്കുവാനായി പലതരത്തിലൊക്കെ ഇയാൾ ശ്രമിച്ചിരുന്നു. പക്ഷേ ശിക്ഷാ ഇളവ് ലഭിച്ചിരുന്നില്ല. വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷമാണ് സ്വയം മനോരോഗിയെ അഭിനയിക്കുന്നത് നിർത്തിയത്.
നേരത്തെ ഒരു സഹതടവുകാരനെ ഇയാൾ സ്വർഗരതിക്ക് വിധേയനാക്കിയതായ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. പക്ഷേ ഇത് പുറംലോകം അറിഞ്ഞില്ല. സെക്സ് ആണ് ഗോവിന്ദച്ചാമിയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് ജയിൽ ജീവനക്കാർ പറയുന്നത്. അതിന് സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദമില്ലാതെ കൺമുന്നിൽ വരുന്ന ആരെയും ഉപദ്രവിക്കുന്ന സ്വഭാവക്കാരനാണ് ചാമി. 2011 ഫെബ്രുവരി 1 ഗോവിന്ദച്ചാമി ജീവിതാവസാനം വരെ ജയിലിൽ കഴിയുവാനിടയാക്കിയ ക്രൂരകൃത്യം നടന്നത്. അന്ന് രാത്രിയാണ് ഇയാൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട പെൺകുട്ടി മൃതപ്രായയാക്കി ബലാത്സംഗം ചെയ്തത്. ദൃക്സാക്ഷികളില്ലാത്ത കേസായിരുന്നു ഇത്. ഷൊർണൂർ പാസഞ്ചറിൽ തൊട്ടടുത്ത കോച്ചിൽ യാത്ര ചെയ്തിരുന്നയാളുടെ മൊഴിയാണ് നിർണായകമായതും. ട്രെയിൻ തൃശൂർ വള്ളത്തോൾ നഗറിലൂടെ കടന്നുപോകവേ ഒരു കരച്ചിൽ കേട്ടാണ് അദ്ദേഹം വാതിൽക്കൽ എത്തി നോക്കിയത്. ഒറ്റക്കൈനായ ഒരാൾ പൂച്ചയെപ്പോലെ ചാടി നിവർന്നത് മാത്രം കണ്ടു. സാക്ഷിയായ വ്യക്തി അപായചങ്ങല വലിക്കുവാൻ തുനിഞ്ഞുവെങ്കിലും എല്ലാവരുടെയും യാത്ര മടങ്ങുമെന്ന് പറഞ്ഞ് തടഞ്ഞു. ട്രെയിൻ ഷൊർണൂരിലെത്തിയ ശേഷമാണ് സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിനിടെ അവശ നിലയിലായ പെൺകുട്ടിയെ നാട്ടുകാർ ട്രാക്കിൽ കണ്ടെത്തി. പോലീസിനെ അറിയിച്ച് ആശുപത്രിയിലാക്കി. പീഡനം നടന്നതായി പിന്നീടാണ് വ്യക്തമായത്. യാത്രക്കാരനായി സാക്ഷി പറഞ്ഞതുമായി കൂട്ടിച്ചേർത്ത് ക്രൈം സീൻ തയ്യാറാക്കി. ഒറ്റക്കയ്യനായി അന്വേഷണം തുടങ്ങി. അടുത്ത ദിവസം പാലക്കാടിനടുത്ത് വെച്ച് ഗോവിന്ദച്ചാമി റെയിൽവേ പോലീസിന്റെ പിടിയിലായി. 5 ദിവസത്തോളം മരണത്തോട് മല്ലടിച്ച ശേഷം ആ പെൺകുട്ടി യാത്രയാവുകയും ചെയ്തു. ഇടതു കൈപ്പത്തിയില്ല എന്നത് ഗോവിന്ദച്ചാമി എന്ന കൊടി ക്രിമിനലിന്റെ അടയാളമാണ്. ആദ്യം പിടിയിലായതും കഴിഞ്ഞ ദിവസം ജയിൽ ചാടത്തിനു ശേഷം വഴിയാത്രക്കാർ തിരിച്ചറിഞ്ഞതും പ്രധാനമായും ഈ അടയാളം വച്ചാണ്. വധശിക്ഷയിൽ ഇളവ് കിട്ടുവാനും ഈ അംഗപരിമിതി വെച്ച് ഈ പ്രതിഭാഗം ബാധിച്ചിരുന്നു.